വെൽക്കം ടു ഗീതംസ് കിച്ചൻ. ഞാൻ ഗീത. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാളനാണ്. അത് ഞാൻ ഏത്തക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കാളനാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് 2 ഏത്തപ്പഴം, അത് അധികം പഴുത്തതല്ല, പച്ചയല്ല, പഴുപ്പ് കയറാൻ തുടങ്ങുമ്പോഴത്തെ സംഭവമാണ്. അപ്പോൾ അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 ഇതിനകത്തോട്ടിടാം. ഞാൻ അരിഞ്ഞത് ഇങ്ങനെ ഈ സൈസിലാണ്. നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വേകാൻ തക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓൺ ചെയ്യണം. എന്നിട്ട് അടയ്ക്കുക. ഇത് കുറച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 7 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. അതായത് വേകുമ്പോഴത്തേനും നമുക്ക് ഇതിനുള്ള അരയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കണേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി. അത് ഞാൻ 2 വെളുത്തുള്ളി അത് 4 കഷ്ണമായിട്ട് ഞാൻ മുറിച്ചതാണ്. പിന്നെ കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം നല്ലതായിട്ട്. ഇനി നമുക്കിത് അരയ്ക്കാം. ഞാനിത് അരച്ചു. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. 1/2 കപ്പ് തേങ്ങയ്ക്ക്. ഓരോരുത്തരുടെ മിക്സിക്ക് വെള്ളം ഒഴിക്കുന്ന വ്യത്യാസം വരും. നിങ്ങൾക്കത് അറിയാവുന്ന പോലെ അരച്ച് ചെയ്യണം. എൻ്റെ 2 ടേബിൾ സ്പൂൺ വെച്ച് ഒരു 1/2 കപ്പ് തേങ്ങ അരച്ചതാണിത്. തേങ്ങ നമുക്ക് ഏത്തയ്ക്ക വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് ആയി കാണും. വെന്ത് വന്നാലും ഞാൻ കുറച്ചും കൂടെ വെക്കുവാണ്. കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ മധുരം മുഴുവൻ ഇറങ്ങാൻ വേണ്ടി കുറച്ചുകൂടെ വെക്കുക. ഇനിയും വലിയ ഫ്ലെയിം വേണ്ട. ചെറിയ ഫ്ലെയിമിലിട്ട് ആ ചൂടത്ത് വെന്താൽ മതി. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. അത് ഫോക്കോ എന്തെങ്കിലും വെച്ച് അത് വെന്തിട്ടുണ്ടോ. നമുക്ക് വെക്കുമ്പോൾ ഞെങ്ങ് വള്ളണം. ഞാൻ ഇച്ചിരി നേരം കൂടെ വെക്കുക. വലിയ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം താത്തിട്ട് വരണം. ഇത് മതി. നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണം എടുത്ത് വെച്ച് ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ കണ്ട ഇത് പൊട്ടുന്നുണ്ട്. അത് മതി. ഇനി നമുക്ക് അരപ്പിടാൻ സമയമായി. ഇനി ഞാൻ അരപ്പിടുവാണേ. ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് അവസാനം ഇടാം. പിന്നെ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്കൊരു ഇത് നല്ല കട്ട തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പുളി അനുസരിച്ചിട്ടുള്ള തൈര്. എനിക്കിവിടെ വലിയ പുളി വേണ്ടാത്തതുകൊണ്ട് മീഡിയം പുളി വെച്ചിട്ട് ഞാൻ എടുക്കുക. എന്നിട്ട് ഒരു വിസ്കോ എല്ലാം വെച്ചിട്ട് നല്ലതായിട്ട് ഉടയ്ക്കണം. ഈ തൈര് 1.5 കപ്പ് തൈരുണ്ട്. വിസ്ക് വെച്ചിട്ട് നല്ലതായിട്ട് അടിക്കാം. നല്ലതായിട്ട് കട്ടയെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ചേർക്കണം. അത് തിളച്ചോണ്ടിരിക്കുക. ഒത്തിരി തിളപ്പിക്കുകയും വേണ്ട. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കണ്ട. ഓക്കെ. ചെറിയൊരു ഫ്ലെയിമിലിട്ടുകൊണ്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് തൈര് ആഡ് ചെയ്യണം. അത് നല്ലതായിട്ട് ഇളക്കണം. തിളയ്ക്കണ്ട. നല്ലതായിട്ട് ഇളക്കി അത് ചൂടാകുന്ന നമുക്ക് തോന്നുമ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ചൂടായിട്ടുണ്ട്. ഈ തൈര് ചൂടായിട്ടുണ്ട്. ചൂടായാൽ മാത്രം മതി. ഞാൻ ഇച്ചിരി മധുരം ഇടും. അതായത് 1 ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ആഡ് ചെയ്യും. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇച്ചിരി മധുരത്തോടു കൂടി ഞാൻ കാളൻ ഉണ്ടാക്കും. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി മാറ്റാമേ. ഓക്കെ, ഇത് മതി.
ഇനി നമുക്ക് കടു വറുക്കാനുള്ള എടുക്കാം. ഒരു തട്ട അടുപ്പത്ത് വെച്ച് ഒരു കടു വറുക്കാനുള്ള എണ്ണ. രണ്ട് ടേബിൾ സ്പൂൺ കാണും ഇത്. ഞാൻ അതിനകത്തോട്ട് നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ ഉടനെ ഉലുവ ഇടാം. ഉലുവ ഒരു ടീസ്പൂണേ. ഇനി നമുക്ക് ഇടാനുള്ളത് ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2 വത്തൽമുളക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുക. ഇത് ഈ അളവിൽ അത് ഇടുക. ഇത്ര വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരിവേപ്പില കൂടെ ഇടും. ഇതായി കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ കുറച്ച് ഒരു ചുമന്ന നിറം കിട്ടാൻ വേണ്ടി ഞാനൊരു ശകലം 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അവസാനം ഓഫ് ചെയ്തിട്ട് എണ്ണയെല്ലാം ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇടുക. അതൊരു കളർന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ. എല്ലാ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. നല്ല കാളൻ ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ഏത്തയ്ക്ക വേകുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിടല്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഏത്തയ്ക്ക ശരിക്കും വേഗത്തില്ല, കല്ല് പോലാവും. രണ്ടാമത്തേത്, തൈര്, കട്ട തൈര്, വെള്ളം അധികം ഇല്ലാത്ത, വെള്ളമയം അധികം ഇല്ലാത്ത തൈര് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കാളൻ അങ്ങ് ലൂസായി പോകും. അത് ഇച്ചിരി ഒരു കുറിയിരിക്കണം. മൂന്നാമത്, നമുക്ക് തൈര് ഇതിൻ്റെ അരപ്പിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കല്ലേ, തിളപ്പിച്ചാൽ അത് പിരിഞ്ഞു പോകും. ഇത് മൂന്നും നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. നല്ലൊരു കാളൻ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളെല്ലാവരും കാളൻ റെഡിയായത് കണ്ടല്ലോ. ഇത് നല്ലൊരു കാളനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗത്തിലുണ്ടാക്കാം. ഇനി അടുത്ത കുക്കിംഗ് ക്ലാസ് വരെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.